ദിനത്തിൽ ക്ഷേത്രത്തിൽ അക്രമം, കമ്മിറ്റി സെക്രട്ടറിക്ക് മർദ്ദനം. പ്രതികൾക്കെതിരെ അമ്പല കമ്മിറ്റി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി അയ്യൻകുളങ്ങര മഹാദേവി ക്ഷേത്രോത്സവത്തിനിടയിലാണ് അക്രമ സംഭവം അരങ്ങേറിയത്. പൂര ദിവസമായ 10-ാം തീയതി രാത്രി 7:30 3 പേരുടെ നേതൃത്വത്തിൽ കണ്ടാലറിയാവുന്ന കുറച്ചുപേരും ചേർന്ന് ക്ഷേത്രത്തിന്റെ വാതിൽ ചവിട്ടിപ്പൊളിക്കാൻ ശ്രമിക്കുകയും തടയാൻ ചെന്ന അമ്പല കമ്മിറ്റി സെക്രട്ടറി അനൂപിനെ ക്രൂരമായി മർദ്ദിക്കുകയും കൈവിരൽ കടിച്ചു മുറിക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ പൂരം കാണുവാനെത്തിയ നിരവധി ആളുകളുടെ മുന്നിൽ വെച്ചായിരുന്നു അക്രമം അരങ്ങേറിയത്. സംഭവത്തിൽ ഇരുനിലങ്കോട് സ്വദേശികളായ മാങ്ങാട്ടുഞ്ഞാലിൽ രോഹിത്, കണ്ടൻചുള്ളി വീട്ടിൽ പ്രണവ്, പൂപ്പറമ്പിൽ അഖിൽ എന്നിവരെയും കണ്ടാലറിയാവുന്ന കുറച്ചുപേരെയും ചേർത്ത് വടക്കാഞ്ചേരി പോലീസിൽ അമ്പല കമ്മിറ്റി സെക്രട്ടറിയും പ്രസിഡന്റും ട്രഷററും മറ്റംഗങ്ങളും ചേർന്ന് പരാതി നൽകിയിരുന്നു. പവിത്രമായ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം അക്രമങ്ങൾ അഴിച്ചുവിടുന്ന കേന്ദ്രങ്ങളായി മാറ്റുവാൻ ഒരിക്കലും അനുവദിക്കില്ലെന്ന് ക്ഷേത്ര കമ്മിറ്റി വ്യക്തമാക്കി. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയതായി മർദ്ദനമേറ്റയാളും അമ്പല കമ്മിറ്റി സെക്രട്ടറിയുമായ അനൂപ് പി പറഞ്ഞു. നമ്മുടെ അമ്പലത്തിലെ വാതിൽ ഒരു കൂട്ടർ എന്തോ ചവിട്ടി പൊളിക്കുന്നതാണ് ഞാൻ കണ്ടത്. ചവിട്ടി പൊളിക്കുന്നത് കണ്ടത് ഞാൻ ചോദ്യം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ അത് ചോദ്യം ചെയ്തു. അത് അവരുടെ അടുത്ത് കാര്യം എന്താണെന്ന് ചോദിക്കാൻ പോയി. ആ സമയത്ത് വാതിൽ ചവിട്ടി പൊളിക്കുകയും ചെയ്തു. അത് ചോദ്യം ചെയ്ത് അതെന്താണെന്ന് അറിയാൻ വേണ്ടി ചെന്ന അവരെന്നെ സംസാരിക്കുന്ന ഇടയിൽ എൻ്റെ വിരൽ കടിച്ച് പെട്ടെന്നുണ്ടായിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ നാട്ടിലത്തെ പയ്യന്മാർ തന്നെയാണ് ഇത് ചെയ്തത്. അപ്പോൾ നമുക്ക് അവരോടടുത്ത് സൗഹൃദം ഇല്ലെങ്കിലും നാട്ടുപരിചയമുണ്ട്. അതിന് പുറത്താണ് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മളതിനെ പെട്ടെന്ന് വിരൽ കടിക്കുക, ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത്. പെട്ടെന്ന് വിരൽ കടിച്ച് മുറിക്കുക, അതും ഒരു കൈയിലല്ല 2 കൈയിലും. ഇപ്പോൾ ഒരു വിരൽ ഊരാൻ നോക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് കൂടിയിട്ട് കൂടുമ്പോൾ കടി വിട്ടിട്ട് അടുത്ത വിരലിലേക്കും കടിക്കുക. അങ്ങനത്തെ രീതിയിൽ മൃഗീയമായിട്ടുള്ള ഒരു ക്രൂരമായിട്ടുള്ള സമീപനം നമ്മളോടുണ്ടായി. അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള നമ്മളോട് ചെയ്ത ക്രൂര സമീപനത്തെക്കാൾ ഉപരി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ എല്ലാവരുടെയും പൊതുമുതലായിട്ടുള്ള ആ പൂരം തന്നെ നടക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പേരിലാണ്. ആ പൊതുമുതലായിട്ടുള്ള സാധനത്തിൻ്റെ ഒരു കാര്യം, അതിനെ വാതിൽ ചവിട്ടി പൊളിക്കുക, അതിൻ്റെ നിർമ്മിതികളെ അവഹേളിക്കുന്ന രീതിയിലുള്ള ആ നടപടിയെയാണ് നമ്മൾ കൂടുതൽ ചോദ്യം ചെയ്യണത്. ഇനിയൊരു അവസരത്തിൽ ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ ധൈര്യം വരാത്ത രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിയമ നടപടികളിലേക്ക് പോയിട്ടുള്ളത്. നമ്മൾ ഈ വടക്കാഞ്ചേരി സ്റ്റേഷനിൽ നമ്മൾ പരാതി കൊടുത്ത് അവർ ആ പരാതി സ്വീകരിച്ചതിൻ്റെ റെസിപ്റ്റ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു കാര്യമാണ് ഉണ്ടായത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികൾ ഏതിനെങ്കിലും അവഹേളിക്കുന്ന രീതിയിൽ ഇനിയൊരു അവസരത്തിലും വേറൊരാളും അതിന് തുനിയാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയും മീറ്റിംഗ് കൂടി ഐക്യകണ്ഠേനയും നാട്ടിലെ പൊതുവികാരം മാനിച്ചാണ് ഞങ്ങൾ ഈ പരാതി കൊടുത്തിരിക്കുന്നത്. അക്രമങ്ങളെ തുടർന്ന് ക്ഷേത്രത്തിന് നാശനഷ്ടം സംഭവിക്കുകയും പൂരം അലങ്കോലമാക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്തു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുവാൻ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും അനിഷ്ട സംഭവങ്ങളിൽ പ്രദേശവാസികളാകെ നിരാശയിലാണെന്നും ക്ഷേത്ര കമ്മിറ്റി അംഗം പ്രവീൺ MK പറഞ്ഞു. എത്രയധികം വെയിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ ജോലിയും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുകൊണ്ടാണ് ഈ നാടിൻ്റെ ഭഗവതിയെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രത്തോടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം വ്യക്തികളുണ്ട് അവിടെ. അവരുടെ ആവശ്യത്തിനും നാടിൻ്റെ പൊതുമുതലുമായ ദേവീക്ഷേത്രം, അതിൻ്റെ നടപ്പുര 4 കെട്ടിൻ്റെ വാതിലാണ് അവർ ചവിട്ടി പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അനൂപ് എന്ന വ്യക്തിയെ ആക്രമിച്ചതല്ല ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളുടെ സംഘടനയുടെ അല്ലെങ്കിൽ നമ്മുടെ ക്ഷേത്ര സമിതിയുടെ ചുമതലക്കാരനായ സെക്രട്ടറി എന്നുള്ള പദവിയെ അവർ ദ്രോഹിക്കുകയാണ് ചെയ്തത്. അതിന് വ്യക്തമായ രീതിയിൽ അന്ന് തന്നെ ആശുപത്രി താലൂക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അതിൻ്റെ പ്രാഥമിക നടപടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം CIക്ക് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകർപ്പ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട്. VCV ന്യൂസ്, മുള്ളൂർക്കര. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപ്പൂരം ഉടൻ സന്ദർശിക്കൂ. മലബാർ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ.